കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അഥവാ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരാണ് ആദ്യം ഫസ്റ്റ് കഴിച്ചു കഴിയുക. അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് കുട്ടികൾ വളരെ സ്പീഡിൽ എനിക്ക് ഫസ്റ്റ് എത്തണം എന്ന ഒരു രീതിയിലേക്കാണ് അവർ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് അവരുടെ ശരീരത്തിനെ അത് ബാധിക്കും. കാരണം നമ്മുടെ ആമാശയത്തിലേക്ക് ചവച്ചരച്ച് ഭക്ഷണം ഇറങ്ങേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധി കുട്ടികൾ നന്നായി കഴിക്കണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും വളരെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നതൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ ആമാശയത്തിലെത്തുമ്പോൾ ചില കുട്ടികൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും, ചില കുട്ടികൾക്ക് വയറുവേദനകൾ അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ ഇതിന് കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ഭക്ഷണം കഴിക്കേണ്ടത് സാവധാനമായിട്ടാണ്. ഇനി അഥവാ നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഒരു പ്ലേറ്റിൽ രണ്ടു പേർക്ക് കൊടുക്കുക. എന്നാൽ അവർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു ഡിമാൻഡ് അവിടെ വെക്കാതെ, അഥവാ ഭക്ഷണം കഴിച്ചാൽ ഇന്നത് തരും എന്ന് നമ്മൾ പറയാനും പാടില്ല അവിടെ. കാരണം കുട്ടികൾക്ക് ഭക്ഷണം നമ്മൾ കഴിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് ആ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് പറയാം, ഒരു ഡിമാൻഡ് വെക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ ഒരു പറ്റുപോലും കളയാതെ ആരാണ് നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ന രീതിയിൽ പറയുമ്പോൾ കുട്ടികൾ കറക്റ്റായിട്ട് അത് ചെയ്യും.